ഇനി ഞാൻ പറയാൻ പോകുന്നത് CJ വെച്ച ആറാടി ഒരു അപരാധത്തിനെ കുറിച്ചാണ്. സാങ്കേതിക തികവിന്റെ കുടമാറ്റങ്ങളായി ഓരോ ചലച്ചിത്ര സൃഷ്ടിയും പരിണമിച്ചു. ചടുല വേഗങ്ങളുടെ പ്രചണ്ഡത ഓരോ സിനിമയും നിലനിർത്തി. A promote Papanic approach എന്ന തലവാചകത്തോട് നീതി പുലർത്തി എല്ലാ ചലച്ചിത്രങ്ങളും. എനിക്ക് തോന്നുന്നു ഈ പടം എടുത്ത ഡയറക്ടറിന് ഒരു പച്ച പെയിന്റ് അടിച്ച വീടുണ്ടായിരുന്നു. അതുകൊണ്ട് മൂപ്പര് ആ വീട്ടിലാണ് മൊത്തം പടം ചെയ്തേക്കുന്നത്. പടം തുടങ്ങുന്ന ഒരു സിറ്റി കാട്ടിട്ടാണ്. അല്ലാതെ എന്നിട്ട് ഇത് ഗോതം സിറ്റിയോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം ഒരു കുറെ നേരം നമ്മളിങ്ങനെ കാട്ടിത്തരും. ഇത് എന്നിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായ മഴത്തുള്ളി വീഴുന്നത്. പിന്നെ ഗ്രീൻ സ്ക്രീൻ ഇട്ട സിറ്റി കോഡ് ഒരു മദാമ നടന്നു വരും. ഇമ്മാതിരി മഴ പെയ്യുമ്പോൾ ആ മദാമയ്ക്ക് ഒരു തുള്ളി വെള്ളം മേത്ത് വീണിട്ടില്ല കേട്ടോ. മേക്കപ്പ് പോലും പോയിട്ടില്ല. ഡയറക്ടർ ബ്രില്യൻസ്. പിന്നെ മദാമേനെ ഒരു കള്ളം വന്നിട്ട് വെടിവെച്ച് കൊല്ലും. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഉജാല മനുഷ്യൻ വരും. ഷീകൾക്കിന് താനോസിൽ ഉണ്ടായ പോലത്തെ ഒരു ഐറ്റം. നിന്റെ അച്ഛൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പിന്നെ കള്ളൻ ആ ഉജാല മനുഷ്യനെ ഒരു CJ തോക്ക് വെച്ച് വെടിവെക്കും. പിന്നെ വെടി കൊണ്ടിട്ട് ആ ഉജാല മനുഷ്യന് ഓടും. യജ്ജാതി ഓട്ടം. പിന്നെ അങ്ങോട്ട് പോലീസുകാർ വന്നിട്ട് ആ ഉജാല മനുഷ്യന്റെ പേസ് കിട്ടും. എന്നിട്ട് അങ്ങേരുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. മൂപ്പരൊരു ഗ്രീൻ സ്ക്രീൻ ഇട്ട ലാബിൽ ഉജാല മനുഷ്യനെ ഉണ്ടാക്കാനായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. മൂപ്പരുടെ മരുന്ന് ഒരു CJ കുത്തും. അത് വാനിഷായി പോവും. പിന്നെ അങ്ങോട്ട് ആളുടെ ക്രഷ് വന്നിട്ട് നമുക്കൊന്ന് ചില്ല് ചെയ്യാനായിട്ട് പോവാന്ന് പറയും. എന്നിട്ട് ഇങ്ങേരുടെ ഒരു സ്പെഷ്യൽ കാർ എടുത്തിട്ട് മൂപ്പര് റൈഡിന് പോവും. ഉണ്ടാവും നമ്മുടെ ഫോട്ടോഷോപ്പരും വിട്ടുകരല്ലേ. എടാ വാടകയ്ക്ക് ഒരു കാറെങ്കിലും എടുത്തോടാ. പിന്നെ ഒരു പാർക്കിങ്ങൊക്കെ പോവും. എന്നിട്ട് മൊത്തം ഗ്രീൻ സ്ക്രീൻ. എടാ നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പാർക്കില്ലടാ. എന്താ കാണിക്കണേ? ഇതിന്റെ ഡയറക്ടർ എനിക്ക് തോന്നണേ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഡയറക്ടറാ. പിന്നെ ക്രഷിന്റെ വീട്ടിലേക്ക് പോവും. ഇതെന്താ ബാക്കിൽ സ്പേസാ? എന്നിട്ട് ഇത് കിടന്ന് ബോള് പോലത്തെ സാധനം വരണേന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായി അതെന്നിട്ടാന്ന്? അതവര് ഫൗണ്ടൈൻ ഉണ്ടാക്കാൻ നോക്കിയതാണ്. പിന്നെ അങ്ങോട്ട് അവന്റെ പെണ്ണ് വരും. എന്നിട്ട് ഇവനെ ഒരു ഫ്ലവർ കൊടുക്കും. ഭാഗ്യം അത് ഒറിജിനലാണ്. പിന്നെ അവിടെ വെച്ച് ആ ക്രഷിന്റെ ഡാഡിനെ കാണും. ആള് കേണലാണ്. ആളാണ് ഇവനോട് ആ മരുന്നുണ്ടാക്കാനായിട്ട് പറഞ്ഞു. ഇവൻ മരുന്നുണ്ടാക്കി തീരാത്തോണ്ട് ആളുടെ നോക്ക് കിട്ടിയിട്ട് മൂപ്പര് കലിപ്പായിട്ട് അവിടുന്ന് പോവും. പിന്നെ ഈ പടത്തില് കൊടൂര് വില്ലന്റെ വീട് കാണിക്കും. അവിടെ ഒരു പട്ടിസാറൊക്കെ ഉണ്ട്. കളിപ്പിക്കട്ടാ ഒന്നും ചെയ്യില്ല പാവ. പിന്നെ ഈ വീട്ടിലെ വില്ലന് ഒരു കിളി പോയ ഗേൾഫ്രണ്ട് ഉണ്ട്. ഇവളുടെ ഈ വർപ്പിക്കലൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ബോഡി ഗാർഡ്സിന് കലിപ്പായിട്ട് ഇവളെ നോക്കും. അത് വില്ലന് ഇഷ്ടാവില്ല. എന്നിട്ട് ഇവന്മാരെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലും. കറണ്ട് പറഞ്ഞ പറ്റി കേട്ടിട്ടില്ല? 110 kV ഇലക്ട്രിക് കമ്പി വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ച് കൊന്നവൻ. അങ്ങനെയല്ലേ കറണ്ട് മാർഗം എന്നുള്ള പേര് വീണത്. പിന്നെ വില്ലന്റെ ഗേൾഫ്രണ്ടിന് ബോറടിക്കണമെന്ന് പറയും. അപ്പൊ അവളെ ഒന്ന് എന്റർടൈൻ ചെയ്യാനായിട്ട് വില്ലൻ ലോകത്തുള്ള ഓരോ സ്ഥലത്തേക്കും ഓരോ ബോംബ് അങ്ങ് ഇടും. നിനക്ക് ചില്ലറ കടിയോ നല്ലല്ലടാ. ബോംബ് പൊട്ടിച്ചതിനെ കുറിച്ച് പറയണെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ഗൂഗിളിൽ നിന്ന് ഓരോ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ഥലത്ത് ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ടുള്ള ബോംബ് വന്ന് പൊട്ടിക്കുന്നത്. താജ്മഹലിലൊക്കെ വന്നിട്ട് ബോംബൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇവരൊരു റോക്കറ്റ് സ്പേസിലേക്ക് അയക്കും. എന്നിട്ട് സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തും. പിന്നെ അവിടെ വെച്ചിട്ട് ഭൂമി ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ തിരിയണൊക്കെ കാണിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണുണ്ട്. അത് എന്നിട്ടാന്ന് പോലും മനസ്സിലായിട്ടില്ല. അതെന്താ മനസ്സിലാവാത്തേന്ന് ചോദിച്ചാൽ കാരണം ഇതൊരു പേട്ടപ്പടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മറ്റേ സയന്റിസ്റ്റും ആളുടെ ഗേൾഫ്രണ്ടും കൂടിയിട്ട് റോളർ കോസ്റ്ററിൽ റൈഡ് പോവും. പോയാലോ കാഴ്ചകൾ ഒത്തിരി കാണാലോ. അവിടത്തെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കുളിച്ചാലോ. പോകണ്ട മുങ്ങിക്കുളിക്കാൻ നിക്കണ്ട. നിർഗന്ധലെ വെള്ളമിറങ്ങി പനി പിടിക്കൂടി. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഒരു സ്പോർട്സുകാർ എടുത്തിട്ട് പെടച്ചു പോവും. പിന്നെ ആ സയന്റിസ്റ്റ് ആളുടെ മരുന്ന് കുത്തിവെച്ചിട്ട് ആള് ഉജാല മനുഷ്യനാവും. എന്നിട്ട് ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാവും. ഇത് എന്നിട്ടവിടെ ശക്തിമാനാ. എന്നിട്ട് നമ്മ തുടക്കത്തിൽ കണ്ടില്ല ആ കള്ളനെ കൊല്ലണ സീൻ, അതൊക്കെ കാണിക്കും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിയും. പിന്നെ ഈ കാർബോർഡ് ബോട്ട്സ് വെച്ച പോലത്തെ ഈ കാറും കൊണ്ട് പോലീസുകാരും മറ്റവൻ എവിടെയാന്ന് കണ്ടുപിടിച്ചിട്ട് അവനെ പിടിക്കും. എന്നിട്ട് അവൻ ഉജാല മനുഷ്യനായിട്ട് മാറും. എന്നിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ തല്ലി പൊളിക്കും. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ.
പിന്നെ പോലീസുകാരും ഉജാല മനുഷ്യനും കൂടി കൊല ചെയ്സാണ്. ഓടിയ സ്ഥലത്ത് തന്നെ ഓടിയോണ്ടിരിക്കുക. ആ ചുമര് കണ്ട ഓടിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരാ തിരിച്ചു പോവാ. ഇത് തന്നെ കുറെ നേരം. എടാ പെണ്ണ് ആ കാറിനെക്കാളും വലിപ്പുണ്ട്. പിന്നെ പള്ളിപ്പെരുന്നാളിന് വാങ്ങണ ഹെലികോപ്റ്ററും കൊണ്ട് കുറച്ച് ന്യൂസുകാർ വരും. എന്നിട്ട് ഉജാല മനുഷ്യനെ അവനിടിച്ച് ചമ്മന്തിയാക്കും. പിന്നെ ഇങ്ങേര് തിരിച്ച് മനുഷ്യനാവും. എന്നിട്ട് പോലീസുകാർ ഇങ്ങേരെ അറസ്റ്റ് ചെയ്തിട്ട് മറ്റേ കേണലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നല്ല ചിരിക്കണി. പിന്നെ കേണൽ ആ ബോംബിട്ട് കളിക്കണ വില്ലനെ കൊല്ലാനായിട്ട് ഇവനോട് പറയും. എന്നിട്ട് ഇവൻ ഹെലികോപ്റ്ററിൽ പോകും. ഇത് ഹെലികോപ്റ്റർ ആട്ടാ. പിന്നെ ഇവൻ ഹെലികോപ്റ്ററിന്റെ മുകളിൽ നിന്ന് അങ്ങ് ചാടും. എന്നിട്ട് ആ വില്ലന്റെ വീടിന്റെ ഒരു 10-50 കിലോമീറ്റർ മുൻപ് അവൻ ചാടിയെന്ന് എനിക്ക് തോന്നണം. എന്നിട്ട് അവൻ ഇങ്ങനെ നടക്കും കുറെ സ്ഥലത്ത്, ഇങ്ങനെ ഗ്രീൻ സ്ക്രീൻ ഇട്ട സ്ഥലത്ത്. കേടാ അവന്റെ വീട്ടിൽ ഗ്രീൻ സ്ക്രീൻ ഇട്ടെന്ന് വെച്ചിട്ട് ഇമാതിരി അവരതും കാണിക്കില്ലടാ. സാധാരണ സിനിമയിൽ കൂടുതൽ ക്യാഷ് പൊട്ടിക്കുന്നത് കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതിൽ പൈസ പൊട്ടിച്ചിട്ട് റിയലിസ്റ്റിക് ആയിരുന്നതും കൂടി കാർട്ടൂണിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവൻ ട്രാൻസ്ഫോം ആയിട്ട് വില്ലന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് വില്ലന്റെ ഗേൾഫ്രണ്ട് അവിടെ കണ്ണ് പൊത്തി കളിക്കുക. എന്നിട്ട് ഇതിനെ കാണും. ചേട്ടാ ഈ ചെറുപഴം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങേര് മെയിൻ വില്ലനെ ചവിട്ടി കൊല്ലും. പിന്നെ ആ കേണല് വയസ്സായിട്ട് ഇങ്ങേരെ ചതിച്ചിട്ട് ഇങ്ങേരുടെ അടുത്തേക്ക് ഒരു ബോംബ് വിടും. പിന്നെ ഇങ്ങേര് ട്രാൻസ്ഫോം ആയിട്ട് അവിടുന്ന് രക്ഷപ്പെടും. പിന്നെ ഈ സിനിമയിലെ ഡയറക്ടർ ആളുടെ കയ്യിലിരിക്കുന്ന ഗ്രീൻ സ്ക്രീനിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കും. ചവറ് പോലെ ഇടും. എന്തിനാണ് ചെയ്താവോ? ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ചോദ്യം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഞാൻ പരീക്ഷ പോലെ എഴുതാത്തത്. പന്നി. പിന്നെ ഏതോ ഒരു പറക്കണ പട്ടി, ഏതോ ഒരു ഷിപ്പ്, അങ്ങനെയൊക്കെ എന്തോ റാൻഡായിട്ട് ഓരോ സാധനങ്ങൾ കാണിക്കും. പിന്നെ ഈ സാധനത്തിന് ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ട് മൂപ്പരങ്ങ് സൈഡാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവള് വീട്ടിൽ പോണ സമയത്ത് ഒരു സാഡ് ന്യൂസ് ഉണ്ടാവും. ഇവൻ ചത്തില്ല. പിന്നെ അങ്ങോട്ട് മറ്റേ കേണൽ വന്നിട്ട് ഇവർ രണ്ടുപേരും തല്ലു കൂടിയിട്ട് താഴെ വീണിട്ട് രണ്ടുപേരും ചാവും. എന്നിട്ട് ഇവരൊക്കെ രണ്ടുപേരും കല്ലറയിൽ വെക്കും. നിങ്ങളിപ്പോ ചോദിക്കുക, ഹെലികോപ്റ്ററിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് ചാവാത്തവൻ ഈ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ എങ്ങനെ ചാവണേന്ന്. എങ്ങനെയെങ്കിലും ചാവട്ടെ, എങ്ങനെയെങ്കിലും പടം കഴിയട്ടെ ഗൈസ്. പിന്നെ ആ കല്ലറയ്ക്ക് മറ്റേ പോലീസുകാരൻ്റെ വന്നിട്ട് മൂത്രം ഒഴിക്കും. അപ്പൊ അങ്ങോട്ട് മറ്റേ ഉജാല മനുഷ്യന്റെ കൈ വന്നിട്ട് അവന്റെ തലമണ്ടയ്ക്ക് ഇട്ട് കൊടുക്കും. മനസ്സിലായില്ലേ സെക്കൻഡ് പാർട്ട്? അങ്ങനെ പടം കഴിഞ്ഞു. പിന്നെ പെദ്ദി റോസ്റ്റ് ഞാൻ കളഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ അവന്മാര് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിട്ട് നമുക്ക് ഇട്ട് പണി തരും. വെള്ളത്തിലെടുത്തെറിഞ്ഞ പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? നിങ്ങൾക്ക് ഇനി ആ റോസ്റ്റ് കാണണമെങ്കിൽ ഞാനത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് പടത്തിന്റെ റോസ്റ്റ് ഇഷ്ടമായെങ്കിൽ പറയട്ടെ. അങ്ങനത്തെ കുറെ അപരാധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്.